ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ നിർണായക നടപടികൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ വിമർശനമുന്നയിച്ച് യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ് രംഗത്തെത്തി. അമേരിക്കയിലെ പൊതുജനങ്ങളുടെ അഭിപ്രായം മാറ്റിമറിച്ച ഇറാനുമായുള്ള യുദ്ധം അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ ഇസ്രയേൽ ഭരണകൂടത്തിലെ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ടൈംസ് മാഗസിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചായിരുന്നു വാൻസിന്റെ പ്രസ്താവന വന്നത്. മുൻ ട്രംപ് ക്യാമ്പയിൻ മാനേജറായ ബ്രാഡ് പാസ്കലിന്റെ നേതൃത്വത്തിൽ ഇസ്രയേൽ ഗവൺമെന്റിലെ ചില ഘടകങ്ങൾ പണം നൽകി ഒരു കൂട്ടം ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് ഇസ്രയേൽ അനുകൂല പ്രചാരണം നടത്തുകയാണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഓൺലൈനിലെ യഹൂദ വിരുദ്ധത ചെറുക്കുക എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നതായും എന്നാൽ ഇത് യുവ യാഥാസ്ഥിതികർ ഇസ്രയേലിന് എതിരാവുന്നത് തടയാനാണ് ലക്ഷ്യം വെച്ചിരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞ മാസം ഒപ്പുവെച്ച ധാരണാപത്രത്തെ വിമർശിച്ച് യാഥാസ്ഥിതിക ഇൻഫ്ലുവൻസർമാർ ഒരേ സമയം പോസ്റ്റുകൾ പങ്കുവച്ചത് ഈ ക്യാമ്പയിന്റെ ഭാഗമാണെന്ന് യുഎസ് കണ്ടെത്തിയിരുന്നു. താൻ ഖത്തറിന്റെ സ്വാധീനത്തിലാണെന്നും വിദേശ ഗവൺമെന്റുകളുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നുമുള്ള രീതിയിൽ പുറത്തുവരുന്ന വാർത്തകൾ വെറും കള്ളമാണെന്നും വാൻസ് വ്യക്തമാക്കി. വിദേശ രാജ്യങ്ങൾ അമേരിക്കയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് സാധാരണമാണെന്നും ഇസ്രയേലും മറ്റു രാജ്യങ്ങളും അത് ചെയ്യാറുണ്ടെന്നും എന്നാൽ അമേരിക്കൻ നേതൃത്വം ഈ സ്വാധീനങ്ങൾക്ക് വഴങ്ങി തങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റുന്നതാണ് തന്നെ അസ്വസ്ഥമാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ ജനതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും വിദേശ പണം വാങ്ങി തന്നെ തെറ്റായ രീതിയിൽ ആക്രമിക്കുന്നവരോട് ഗോ ടു ഹെൽ എന്നാണ് പറയാനുള്ളതെന്നും വാൻസ് വ്യക്തമാക്കി. യുദ്ധം അനിശ്ചിതകാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ ഇസ്രയേലി സിസ്റ്റത്തിനുള്ളിലെ ചിലർ അമേരിക്കൻ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന കാര്യം സംശയമില്ലാത്തതാണെന്നും വാൻസ് ആരോപിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ലൈംഗിക കുറ്റവാളി എപ്സ്റ്റീന് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദുമായി ബന്ധമുണ്ടെന്ന ആരോപണവുമായി രംഗത്ത് വരികയും ചെയ്തു JD വാൻസ്. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലെയും ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിലെയും ഉന്നതരുമായി എപ്സ്റ്റീന് വ്യക്തമായ ബന്ധമുണ്ടായിരുന്നുവെന്ന് JD വാൻസ് പറഞ്ഞു. പ്രത്യേകിച്ച് ഇസ്രയേലിലെ ഉന്നതരുമായിട്ടായിരുന്നു എപ്സ്റ്റീന് കൂടുതൽ ബന്ധമെന്നും അദ്ദേഹം പറയുന്നു. ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ നിർണായകമായ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നത്. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികളിലെ മുതിർന്ന നേതാക്കളുമായും എപ്സ്റ്റീന് ബന്ധമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാനിൽ അമേരിക്കൻ ആക്രമണം കടുപ്പിക്കുമ്പോൾ പഴയ പ്രസിഡന്റായിരുന്ന മഹ്മൂദ് അഹമ്മദിനിജാദിന്റെ കയ്യിൽ ഭരണമേൽപ്പിക്കാനുള്ള പദ്ധതികൾ ഇസ്രയേൽ ചാരസംഘടന മൊസാദ് തയ്യാറാക്കിയിരുന്നതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ശേഷവും ഇറാന്റെ ഭരണ ചുമതലകളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനേയി ഇനിയും പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല. ഈ അവസരത്തിലാണ് മൊസാദിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ശ്രമം നടന്നതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. 2005 മുതൽ 2013 വരെ ഇറാന്റെ പ്രസിഡന്റായിരുന്നു മഹ്മൂദ് അഹമ്മദിനിജാദ്. വീണ്ടും നിജാദിനെ നേതൃനിരയിൽ എത്തിക്കാൻ ഇസ്രയേൽ രഹസ്യമായി പണം നൽകിയിരുന്നുവെന്നും വിദേശത്ത് ഒട്ടേറെ തവണ നിജാദുമായി ചർച്ച നടത്തിയെന്നും യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2024ലും 2025ലും ഹംഗറിയിൽ വെച്ച് നടന്ന കാലാവസ്ഥാ സമ്മേളനത്തിൽ നിജാദ് പങ്കെടുത്തിരുന്നു. ഇവിടെ വെച്ച് ഇസ്രയേൽ പ്രതിനിധികളുമായി നിജാദ് കൂടിക്കാഴ്ചയും നടത്തി. അതേസമയം ഫെബ്രുവരി 28 നടന്ന ആക്രമണത്തിൽ അഹമ്മദിനിജാദിനെ പരിക്കേൽക്കാതെ രക്ഷപ്പെടുത്തിയത് മൊസാദ് ആയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കറുത്ത കാറിലാണ് ആക്രമണത്തിന് തൊട്ടുമുൻപ് നിജാദ് രക്ഷപ്പെട്ടത്. ഇറാനിലെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്കാണ് അന്ന് നിജാദിനെ എത്തിച്ചത്. എന്നാൽ നിജാദിനെ പുതിയ പ്രസിഡന്റാക്കാനുള്ള ഇസ്രയേൽ പദ്ധതി വിജയിച്ചില്ല. ഇറാന്റെ പ്രസിഡന്റായിരുന്ന കാലത്ത് നിജാദ് കടുത്ത ഇസ്രയേൽ വിമർശകനായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതി അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്തു. 2024ലെ ഇറാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശ്രമിച്ചെങ്കിലും അന്ന് ആയത്തുള്ള അലി ഖമനേയുടെ മേൽനോട്ടത്തിലുള്ള പാനൽ നിജാദിനെ അയോഗ്യനാക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇറാനിൽ ഇസ്രയേൽ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു പ്രധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.